ഹലോ വെൽക്കം ടു മൈ ചാനൽ മാസ്റ്റർ ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് 1688. ഈ ഗ്ലോറിയസ് റെവല്യൂഷനെ ബ്ലഡ്ലെസ് റെവല്യൂഷനായും അറിയപ്പെടുന്നുണ്ട്. സോ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ ഗ്രേറ്റ് ലാൻഡ്മാർക്ക് ആണ് ഈ ഒരു ഇയർ 1688 എന്ന് പറയുന്ന ഇയർ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്. James, the brother of Charles II, he was removed from the power by means of Glorious Revolution. Glorious Revolutionൻ്റെ പവറിൽ ജെയിംസിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു. സോ ഈ ജെയിംസ് എങ്ങനെയുള്ള ഒരാളായിരുന്നു? ജെയിംസ് ഒരു ശക്തനായ റോമൻ കാത്തോലിക്സ് കാരനായിരുന്നു. മാത്രമല്ല റോമൻ കാത്തോലിക്സ് പുനർസ്ഥാപിക്കുകയും ഒരു സമ്പൂർണ്ണ റൂളർ ആക്കി മാറ്റുകയും ചെയ്യുന്ന എന്നീ 2 ലക്ഷ്യങ്ങൾ മാത്രമേ ജെയിംസിൽ ഉണ്ടായിരുന്നുള്ളൂ. ഹി ഹാഡ് ഓൺലി 2 ഒബ്ജക്ട്സ് ഇൻ ഹിസ് ലൈഫ്. വൺ ഈസ് ടു റിസ്റ്റോർ റോമൻ കാത്തോലിസിസം ആൻഡ് സെക്കൻഡ് വൺ ഈസ് മേക്ക് ഹിംസെൽഫ് ആസ് എൻ അബ്സല്യൂട്ട് റൂളർ. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു റെവല്യൂഷൻ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കോസ് ഫോർ ദിസ് റെവല്യൂഷൻ വാസ് എഫേർട്ട് ഓഫ് ജെയിംസ് സെക്കൻഡ് ടു റിസ്റ്റോർ കാത്തോലിസിസം ഇൻ ഇംഗ്ലണ്ട്. സോ ജെയിംസ് സെക്കൻഡിന് അവൻ വിശ്വസിക്കുന്ന റോമൻ കാത്തോലിസിസം എന്ന റോമൻ കാത്തോലിസിന് ഇംഗ്ലണ്ടിൽ റിസ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു എഫേർട്ട് കാരണമാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ ഉണ്ടാവാനുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ. അതുകൊണ്ട് തന്നെ ഹി ട്രൈഡ് ടു റിമൂവ് മെനി ഓഫ് ദ ഹാർഡ്ഷിപ്പ് ദാറ്റ് വാസ് ഫേസ്ഡ് ബൈ കാത്തോലിക്സ്. കാത്തോലിക്സുകാർ ഫേസ് ചെയ്യുന്നുണ്ടായ മെനി പ്രോബ്ലംസ്, അവരെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റാൻ അവൻ ശ്രമിച്ചു. അതുപോലെ തന്നെ നിലവിലുള്ള എല്ലാ നിയമങ്ങളും താൽക്കാലികമായി അവൻ നിർത്തിവെച്ചു. സോ അതുപോലെ തന്നെ ദേ ഗോട്ട് ഫുൾ ഫ്രീഡം ഓഫ് വർഷിപ്പ്. ഓക്കെ, പൂർണ്ണ ആരാധന സ്വാതന്ത്ര്യം ലഭിച്ചു. അതുപോലെ തന്നെ ദേ ഗോട്ട് ഹയസ്റ്റ് റൈറ്റ് ടു ഹെൽഡ് ഈവൻ ഇൻ ദ ഹയസ്റ്റ് ഓഫീസസ് ഓഫ് ദ സ്റ്റേറ്റ് വിത്തൗട്ട് എനി റിലീജിയസ് ടെസ്റ്റ്. മതപരമായ പരിശോധനകളൊന്നുമില്ലാതെ ഹയസ്റ്റ് പൊസിഷൻ ഓഫീസിലൊക്കെ ലഭിച്ചു. അതുപോലെ തന്നെ ജയിലിൽ കഴിഞ്ഞവരെ മോചിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, സോ ദോസ് ഇൻ പ്രിസൺ വെയർ റിലീസ്ഡ്. സോ അതുമാത്രമല്ല ഇംഗ്ലീഷ് ചേർച്ചസിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ കാത്തോലിക്സ് ഡീൻസിനെയും അഥവാ ഫെലോ മെമ്പേഴ്സിനെയും അയാൾ നിയമിച്ചു. സോ ഇതിൻ്റെ ഇടയിലാണ് വില്യം ഓറഞ്ച് ആരാണ്? സൺ-ഇൻ ലോ ഓഫ് ജെയിംസ് സെക്കൻഡ്. അതുപോലെ തന്നെ മേരി ആരാണ്? ഡോട്ടർ ഓഫ് ജെയിംസ് സെക്കൻഡ്. സോ ഇവർ 2 പേരും ദേ ഹാവ് കം ടു ഇംഗ്ലണ്ട് സേവ് ചെയ്യാൻ. ഇംഗ്ലണ്ടിനെ സേവ് ചെയ്യാൻ വില്യം ഓറഞ്ചും മേരിയും ഇംഗ്ലണ്ടിലേക്ക് വന്നു. ആ ഒരു സമയം ഫസ്റ്റ് വില്യം ലണ്ടനിലേക്ക് എൻ്ററായി. വില്യം എൻറ്റേർഡ് ലണ്ടൻ. അതേസമയം ജെയിംസ് ഫ്രാൻസിലോട്ടേക്ക് പോയി. സോ ആ ഒരു ചേഞ്ച് ഓഫ് സൊവേരിയൻ അവിടെ നടന്നു. ചേഞ്ച് ഓഫ് സൊവേരിയൻ ടുക്ക് പ്ലേസ് വിത്തൗട്ട് എനി വയലൻസ് ഓർ ബ്ലഡ് ഷെഡ്. ഒരു വാറും ഒന്നുമില്ലാത്ത തന്നെ ചേഞ്ച് ഓഫ് സൊവേരിയൻ ടുക്ക് പ്ലേസ്. സോ ഇതിനെയാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ അഥവാ ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഓഫ് 1688 എന്ന് പറയുന്നത്. സോ റിസൾട്ട്സ് ഓഫ് ഗ്ലോറിയസ് റെവല്യൂഷൻ. സോ ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പാർലമെൻറ്റ് ഒരു സുപ്രീം പവറായി മാറി. മീൻസ് ഭരണം പാർലമെൻറ്റിൻ്റെ കീഴിലായി. അവിടെ ഉണ്ടായ കിങ്സിന്, രാജാവിന് പാർലമെൻറ്റുമായി സഹകരിക്കേണ്ടി വന്നു ആഫ്റ്റർ ദ ഗ്ലോറിയസ് റെവല്യൂഷൻ. അതുപോലെ തന്നെ വില്യമും മേരിയും ഒരു ആക്ട് കൊണ്ടുവന്നു. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയാനുണ്ടെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ്റെ നേച്ചറാണ്. ഒരു നോൺ വയലൻ്റ് ആയിരുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് നേച്ചർ ഓഫ് ദ റെവല്യൂഷൻ വാസ് ദാറ്റ് ഇറ്റ് വാസ് നോൺ വയലൻറ്റ് ഇൻ നേച്ചർ. സോ ഇതൊക്കെയാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ അഥവാ ബ്ലഡ്ലെസ് റെവല്യൂഷൻ്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത്. താങ്ക് യു.